ഞങ്ങൾ കഴിഞ്ഞ ദിവസം സെൻറ്റ് ജോസഫ് പോയായിരുന്നു, വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. അപ്പം അന്ന് ഞങ്ങൾ സെൻറ്റ് ജോസഫ് രാവിലെ പോയി ഞങ്ങൾക്കറിയാവുന്ന ബസ് നമ്പർ 80 അല്ലെങ്കിൽ 123 ഉണ്ടെന്നറിയായിരുന്നു. പക്ഷേ ഏറ്റവും പ്ലാൻ ചെയ്തില്ലെന്ന് പറഞ്ഞത്. ഞങ്ങൾ ഇന്നോടാ മാമ യു ഇ ടി ഓഫ് ഫുഡ് ഫെഡറൽ ഫുഡ് കഴിക്കുന്നുണ്ടോ. എന്നിട്ട് ഞങ്ങൾ എന്താ പറഞ്ഞത്, മെട്രോ എടുത്ത് ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ മെട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. മെട്രോ എടുത്തു. എവിടെ എത്തിയത്? വിവോ സിറ്റി. അവിടെ നല്ല പ്ലേ ഏരിയ അവിടെ ഞങ്ങൾ തിരിച്ചു വന്നതിന് ശേഷം അവിടെ ആ വിവോ സിറ്റിയിൽ പ്ലേ ചെയ്യുന്ന സ്ഥലമുണ്ടായിരുന്നു. ഫെഡറിക് അവിടെ സ്ലൈഡും കാര്യങ്ങളൊക്കെ ചെയ്തു. വാട്ടറിൽ ഞാനും ഫെഡറിക്കൊക്കെ നടന്നു. അതിൻ്റെ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വിവോ സിറ്റി ചെയ്തിട്ട് അവിടെ സെൻറ്റോസാന്ന് വലിയൊരു ബോർഡുണ്ട്. അവിടെ ചെന്നപ്പോൾ $4 പറഞ്ഞു ഒരാൾക്ക്. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് എത്തണം, പക്ഷെ എങ്ങനെ പോകണമെന്ന് നടത്തില്ല. അപ്പോൾ എൻ്റെ മഹാനായ ഏട്ടൻ എന്ത് ചെയ്തു, ഒരു ഹോട്ടലിൻ്റെ പേര് കാണിച്ചിട്ട് പറഞ്ഞു അപ്പോൾ അവിടുന്ന് ഹോട്ടലുകാരെ കൊണ്ടുവന്ന് പ്രത്യേകിച്ചൊരു ടാക്സി ഉണ്ടല്ലോ, വാനുണ്ട്. അവരോട് കാണിച്ചു ഈ ഹോട്ടലിൽ കൊണ്ടുപോകുമെന്ന് ചോദിച്ചപ്പോൾ അവർ യെസ് ഞങ്ങൾ സർവീസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3 പേര് മാത്രമായിരുന്നു ആ വാനെ കയറിയിട്ട് ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങി. ഏട്ടൻ ഹോട്ടലിലെ കൗണ്ടറിൽ പോയി ചോദിച്ചു എവിടെയാണ് ഇതിന് സ്റ്റേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവർ വിശദമായി തന്നെ സംസാരിച്ചു. അവിടെ ഞങ്ങൾ നൈസായിട്ട് സ്കൂട്ടായി പുറത്തിറങ്ങി. ഞങ്ങൾ സെൻറ്റ് ജോസയിൽ ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ആ ബസ് സ്റ്റോപ്പിൽ ഇപ്പോൾ നിന്നപ്പോഴാണ് 80 അല്ലെങ്കിൽ 123 ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾ സെൻറ്റ് ജോസ ശരിക്കുള്ള സ്ഥലത്തെത്തി. അവിടെ ഫെഡറിക്ക് ഷട്ടിൽ ബസ്സിൽ കയറി കുറേ പക്ഷേ ഷട്ടിൽ ബസ്സിൽ പോയി 2 ബീച്ചിലാണ് ഇറക്കി കളിക്കാൻ വേണ്ടി. മൊത്തം ഇവിടെ 3 ബീച്ചുണ്ട്. അവൻ പീക്കോക്കിനെയും കണ്ടു, പീഹനെയും കണ്ടു. പിന്നെ എന്താ അങ്ങനെയല്ല പറയേണ്ടത്. പറഞ്ഞോ. നമ്മൾ അവിടുത്തെ ബസ് ബീച്ച് സ്റ്റേഷനിൽ ചെന്നു. അവിടുത്തെ ട്രാം എടുത്ത് നമ്മൾ ഫസ്റ്റ് സില്ലസോ ബീച്ച് പോയി. സില്ലസോ ബീച്ചിൽ അവിടെ സില്ലസോ ഏരിയകളിൽ അവിടെ നിന്ന് ഫോട്ടോയ്ക്ക് എടുത്തു. അവിടെ വെയിലത്ത് പോകുമ്പോൾ ബീച്ചിൽ കളിച്ചു. കഴിഞ്ഞ് അവരെ കുളിപ്പിച്ചു. കഴിഞ്ഞ് അവിടുന്ന് നമ്മൾ നേരെ റാസ സെൻറ്റ് ജോസയിൽ പോയി. കഴിഞ്ഞ് ഞാൻ കാസിനോയിൽ പോയി കളിച്ചേക്ക് പൈസ കിട്ടി. എല്ലാ കാസിനോയിൽ നിന്ന് ഏട്ടനാണ് ജ്യൂസ് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഓറഞ്ച് ജ്യൂസ് മാത്രമാണ് കുടിക്കുന്നത്, സ്പ്രൈറ്റ് ഒന്നും കുടിക്കാത്തതാണ് കൊണ്ടുവരാൻ പറ്റാത്ത കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ റാസ സെൻറ്റ് ജോസയിൽ നിന്ന് അവിടെ യൂണിവേഴ്സൽ സ്റ്റുഡിയോൻ്റെ അവിടെ പോയി ഫോട്ടോ എടുത്തു. ലഗോ ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്നിട്ട് ഫോട്ടോ എടുത്തു. ഐസ്ക്രീമിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു. പിന്നെ ചോക്ലേറ്റ് ഷോപ്പിൽ പോയി ഞങ്ങൾ. അത് കഴിഞ്ഞ് അവിടെ മെർലൈൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. ഞങ്ങൾ SCAKന്ന് കാണണമെന്ന് ഞങ്ങളോട് പോയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും നല്ല സംഭവം. ഞങ്ങളോട് പോലും പറയാതെ ആ മൂലയ്ക്ക് പോയിട്ട് മൂത്രം കഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് സ്വിമ്മിംഗ് പൂളിലാണ്. ആ മൂലയ്ക്ക് പോയിട്ട് മൂത്രം കഴിക്കാൻ പോയേക്കാണോ നീ പറയാനുണ്ടോ? അത് കഴിഞ്ഞ് ഞങ്ങളവിടെ അക്വേറിയത്തിന് അവിടെ പോയി ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ മറ്റേ സ്കൈ ട്രെയിൻ എടുത്തിട്ട് മോണോറെയിൽ എന്ന് പറയും, അതെടുത്ത് ഞങ്ങൾ നേരെ ഇന്ത്യനിൽ കൂടി നേരെ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി. അത് അവിടെ നിന്ന് ട്രാം എടുത്ത് ഞങ്ങൾ പിന്നെ താഞ്ചോങ് ബീച്ചിൽ പോയി. പിന്നെ പാലവൻ ബീച്ചിൽ പോയി. താഞ്ചോങ് ബീച്ചിൽ അവർ ഇറങ്ങി കുറേ നേരം കളിച്ചു. പട്ടികളുടെയും കൂടെ കുറേ നേരം കളിച്ചു. അത് കഴിഞ്ഞ് അവിടുന്ന് കുളിച്ച് ഫ്രഷായി. പിന്നെ പാലവൻ ബീച്ചിൽ പോയി. പാലവൻ ബീച്ചിൽ ആ കുരകൻ്റെ നിലത്ത് കടലിൻ്റെ തീരത്ത് കിടക്കുന്ന വലിയ കുരകുണ്ട്. അതിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോയ്ക്ക് എടുത്തു. അവിടുന്ന് ഞങ്ങൾ ഒരു സദേൺ കോണ്ടിനെൻ്റൽ ഏഷ്യ പോയിൻ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഒരു നൂൽപ്പാലത്ത് പോകണമെന്ന് കയറി, റോപ്പ് പാലത്ത് പോകണമെന്ന് കയറി അവിടെ കടന്ന് അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് വന്ന് ബസ് പിടിച്ച് നേരെ സോങ് ഓഫ് വിങ്സ് കാണാനായിട്ടുള്ള ഏരിയയിൽ അവിടെ പോയി. അവിടെ നിന്ന് മോണോറെയിലെടുത്ത് തിരിച്ച് ഹാർബർ ഫ്രണ്ടിൽ വന്നു വിവോ സിറ്റിയിൽ. അത് കഴിഞ്ഞിട്ട് വിവോ സിറ്റിയുടെ ഏറ്റവും ടോപ്പിൽ പോയിട്ട് അവിടെ വെള്ളത്തിൽ കളിക്കലും പിന്നെ അവിടെ കിഡ്സിനോടെ പാർക്ക് ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് കളിച്ചു. പിന്നെ അവിടെ നിന്ന് ഗാർഡൻസ് ബൈ ദ ബേക്ക് അവിടെ നിന്ന് നേരെ പിന്നെ ട്രെയിൻ എടുത്തിട്ട് ബസ് നോക്കിയിട്ട് സെറ്റായില്ല. അങ്ങനെ ട്രെയിൻ എടുത്ത് നേരെ ഗാർഡൻസ് ബൈ ദ ബേയിൽ പോയി. അവിടെ നിന്ന് ഓടിക്കടച്ച് അന്നത്തെ വൈകിട്ടത്തെ ലൈറ്റ് ഷോ ഉണ്ട് ഗാർഡനിൽ, അത് കാണാൻ വേണ്ടി അവിടെ ചെന്നു. അങ്ങനെ അതെല്ലാം കണ്ട് വൈകിട്ട് തിരിച്ചെത്തി സുഖമായിട്ട് നോക്കുന്നത്.